സംസ്ഥാനത്തെ കിബി റോഡുകളിൽ നിന്നും യൂസർ ഫീ പിരിക്കാനുള്ള സർക്കാർ നീക്കം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരും. അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പൊതുചർച്ചയും ഇന്ന് തുടങ്ങും. എം ജി പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരം. പ്രതീഷ്, യൂസർ ഫീ പിരിക്കാനുള്ള ശ്രമത്തെ പ്രതിപക്ഷം ചെറുത്ത് തോൽപ്പിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മാത്രമല്ല, ഇത്തരം ഫീകൾ പിരിക്കില്ല എന്ന് കിബി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നെന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിചാരിച്ച സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന് ലഭിച്ചില്ല. അത്തരം സാമ്പത്തികമായി നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം യൂസർ ഫീ പിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് സർക്കാരിൻ്റെ പക്ഷം. കൂടുതൽ വിവരങ്ങൾ എം ജി പ്രതീഷിന് നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രതീഷ്, വിവരങ്ങൾ പറയൂ. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ സർക്കാർ നേരത്തെ ഇങ്ങനെയുള്ള യൂസർ ഫീ പിരിക്കില്ല എന്ന രീതിയിലുള്ള ധാരണ പരത്തിയിരുന്നു. എന്നാൽ മാറി ചിന്തിക്കാൻ കാരണം എന്താണ്? SKN ബജറ്റിന് ശേഷം സഭാ സമ്മേളനം വീണ്ടും ചേരുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഈടാക്കാനുള്ള സർക്കാരിൻ്റെ ഒരു നീക്കമാണ്. ഇതിൽ വലിയൊരു പ്രതിഷേധം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിലവിൽ സർക്കാർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂൾ 50 വഴി അടിയന്തര പ്രമേയമായി ആ വിഷയം പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കിഫ്ബി പദ്ധതികൾ താളം തെറ്റുന്നു, നേരത്തെ അംഗീകരിച്ച പല പദ്ധതികളും ഇതുവരെയും നിർമ്മാണം തുടങ്ങിയില്ല എന്നുള്ളൊരു വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഈ യൂസർ ഫീ ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അപ്പോഴും ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ കിഫ്ബിയെ വരുമാനമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട ധനമന്ത്രി അന്ന് നടത്തിയിരുന്നത്. അത് ഏത് തരത്തിലായിരിക്കുമെന്നതാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത്. അതൊരു നിയമനിർമ്മാണത്തിൽ ൂടെ തന്നെ യൂസർ ഫീ ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. 50 കോടിയിലേറെ രൂപ ചെലവഴിച്ച റോഡുകൾക്കായിരിക്കും യൂസർ ഫീ ഈടാക്കുന്നത്. ഇതിൽ വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് എങ്ങനെ മറികടക്കുമെന്നതാണ് പ്രധാനമായും സർക്കാർ ഉറ്റുനോക്കുന്ന കാര്യം. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ സർക്കാർ അതൊരു ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം വിവാദം തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ വലിയ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് വേദിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. SKN. താങ്ക് യു എം ജി പ്രതീഷ്.